മനോഹരമായ കണ്ണുകളെ വർണ്ണിക്കാൻ കവികളവയെ കുവലയമിഴി, നീലോൽപ്പലമിഴി, ഇന്ദീവരമിഴി എന്നൊക്കെ പറയാറില്ലേ? കരിങ്കൂവളമിഴീണ എന്നും കേട്ടിട്ടുണ്ടാവും. കണ്ണുകളെ വളരെ ഭംഗിയുള്ള മറ്റൊരു വസ്തുവുമായി ഉപമിച്ചുള്ള പ്രയോഗങ്ങളാണിവ. എന്നാൽ ഏതാണ് ആ വസ്തു? നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പാടത്തും ചേർന്ന് നിറഞ്ഞ പ്രദേശങ്ങളിലും കള പോലെ വളരുന്ന ഈ ചെടിയുടെ പൂവിതളുകളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കുവലയം, ഇന്ദീവരം, നീലോൽപ്പലം എന്നൊക്കെയുള്ളത് ഇതിൻ്റെ സംസ്കൃത നാമങ്ങളാണ്. കരിങ്കൂവളം എന്ന് മലയാളത്തിൽ പറയും. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ആഫ്രിക്കൻ പായലിനെ പോലെ തോന്നുമെങ്കിലും രണ്ടുപേരും ഒരുപോലെ അല്ലട്ടോ, ഒരേ കുടുംബക്കാരാണെന്നേ ഉള്ളൂ. നമുക്കറിയാം, വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് ഒഴുകി നടക്കുന്ന ഒരു അധിനിവേശ സസ്യമാണ് ആഫ്രിക്കൻ പായലെന്ന്. ഇതിന് സഹായിക്കാനായി ഇതിൻ്റെ പീറ്റിയോൾ വായു നിറഞ്ഞ വലിയ അറകളായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കരിങ്കൂവളമാകട്ടെ ചേറിലോ മണ്ണിലോ വേരുകൾ ആഴ്ത്തിയാണ് നിൽക്കാറ്. ഒഴുകി നടക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പീറ്റിയോൾ മോഡിഫിക്കേഷൻ ഇതിന് ആവശ്യമില്ല. മാത്രമല്ല, പൂക്കളുടെ കാര്യത്തിലും പ്രകടമായ വ്യത്യാസം നമുക്ക് കാണാനാകും. ഈ പൂവിൻ്റെ ഇതൾ നോക്കൂ, അറ്റത്ത് കടുന്നീല നിറവും നടുക്കായിട്ട് നീലിമ കുറഞ്ഞ നിറവും. കണ്ടാൽ കണ്ണുപോലെ തന്നെ ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേരുകൾ ചെളിയിൽ ആഴ്ത്തിയാണ് ഈ ചെടി നിൽക്കാറെന്ന്. അപ്പോൾ അവ ചെറിയ ട്യൂബർ പോലെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഈ വേരുകൾ ആയുർവേദ ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായും മുടി വളരാനുള്ള എണ്ണകളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് കരിങ്കൂവള വേര്. എന്നാൽ ഇത് വളരെയധികം തണുപ്പുള്ള ഒരു ചെടിയാണ്. നീർവീഴ്ച ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഇത് ഉപയോഗിക്കുക. ഇനി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ ഈ ചെടി ചേർന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം? അതിനായിട്ട് ബോട്ടിലിൻ്റെ ലേബലിൽ ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. മുടി വളരുന്നതിന് പുറമെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ദാഹം, ബ്ലീഡിംഗ് ഡിസോർഡർ മുതലായവയ്ക്കും നല്ലൊരു മരുന്നാണ് കരിങ്കൂവളം. ചതുഷ്കുവലയ രസായനം, ദ്രാക്ഷാദി കഷായം മുതലായ ആയുർവേദ മരുന്നുകളിൽ ഈ ഔഷധസസ്യം ചേർക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ.